ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശത്തെ തുടർന്ന് ആ സിനിമയുടെ റിലീസ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതിനിടയിലാണ് സിനിമാ സംഘടനകളുടെ സംയുക്ത സമരസമിതി ചേർന്ന് ഇന്ന് ചിത്രാഞ്ജലിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി കൂടിയായ ബി ഉണ്ണികൃഷ്ണൻ 24-നൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഒരു വലിയ പ്രതിഷേധം നിങ്ങൾ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരു നല്ല പ്രവണതയല്ല എന്ന് ഈ വാർത്ത കേൾക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. ഈ വിഷയത്തിൽ എന്താണ് ഈ സംഘടനകളുടെ നിലപാട്? സംഘടനയുടെ നിലപാട് നമ്മൾ പലതവണ പറഞ്ഞതാണ്. കാരണം ഒരു കഥാപാത്രത്തിന് ഒരു പേരിട്ടു എന്നുള്ളത് കൊണ്ട് സർട്ടിഫിക്കറ്റ് CBFCയുടെ സർട്ടിഫിക്കേഷൻ തടഞ്ഞു വയ്ക്കുക അത് വളരെ യുക്തിരഹിതമായ ഒരു സംഗതിയാണ്. നമുക്ക് കൃത്യമായ കാരണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിലിം മേക്കറിനും നിർമ്മാതാവിനും ഒരു ഡയലോഗിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ ആകെ പറയുന്നത് എന്താ, ഈ കഥാപാത്രത്തിന്റെ പേര് പറ്റില്ല, ഈ സിനിമയുടെ പേര് മാറ്റണം എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ന്യായം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെട്ടേ തീരൂ. ഇതൊരു പുതിയ പ്രവണതയാണ്. കാരണം മുൻപും ഇങ്ങനെ ഇത്തരം പേരുകൾക്ക് കത്രിക വെച്ചിരുന്നെങ്കിൽ ഇവിടെ തന്നെ പല പോസ്റ്ററുകളുമുണ്ട്. പട്ടാളം ജാനകി, ജാനകി ജാനെ, സീതാരാമം തുടങ്ങി പല സിനിമകൾ ഉണ്ട്. മാത്രമല്ല രാവണപ്രഭു പോലുള്ള സിനിമകൾ പോലും ഇക്കാലത്ത് സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ ഈ പുതിയ പ്രവണത എന്തുകൊണ്ടാണ് എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഇടപെടലുണ്ട് എന്ന് കരുതുന്നുണ്ട്. അല്ല, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് CBFC ആണ് ഉത്തരം പറയേണ്ടത്. ഞങ്ങൾ ചോദിക്കുന്നതും ഇത് കൊണ്ടാണ്. എന്തുകൊണ്ട്? ആ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അവർ ഉത്തരം പറയേണ്ടത് ആ ചോദ്യത്തിനാണ്, എന്തുകൊണ്ടാണിത് എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം ഞങ്ങൾ ഇവിടെ പ്രതീകാത്മകമായി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയേറെ സിനിമകൾ ഇവിടെ ഈ പേരുകളിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു ഡിസാർമണിയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് വളരെ ക്ലീനായിട്ട് ഇവർ കണ്ട് വിലയിരുത്തി സർട്ടിഫൈ ചെയ്ത സിനിമകളാണ്. അപ്പോൾ ആ സിനിമകളിൽ നിന്ന് ഈ സിനിമ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? അതിന് നമുക്ക് യുക്തിക്ക് നിരക്കുന്നതായ ഒരു മറുപടി കിട്ടുകയാണെങ്കിൽ അത് മതി. പക്ഷെ അതില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സിനിമയിലെ നായകൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ഈ കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻസർ ബോർഡ്. എന്നിട്ടും ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഗതിയെങ്കിൽ മറ്റുള്ള സിനിമകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴും സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മറുപടി പറഞ്ഞിട്ടുമില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബോധേഡല്ല. കാരണം സുരേഷ് ഗോപി ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന അഭിനേതാവ് മാത്രമാണ്. ഈ സിനിമയുടെ ശരിക്കുള്ള ഓഥേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഇത് എഴുതി സംവിധാനം ചെയ്ത ആളും ഇത് നിർമ്മിച്ച ആളുമാണ്, അല്ലേ? അവരാണ് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ പ്രോഡക്റ്റിന് എല്ലാ വിധത്തിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ. അപ്പോൾ അവർ തന്നെയാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങളുടെ തോന്നി. അപ്പം ഞങ്ങൾക്ക് അതിലൊന്നും ക്വാറലില്ല. ഞങ്ങൾ അതിന്റെ ഒന്നും കാരണങ്ങൾ ചികഞ്ഞു പോകുന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന ഒറ്റയ്ക്കല്ല. ഇവിടെ നോക്കൂ, നിർമ്മാതാക്കളുടെ വലിയൊരു സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഇവിടെ സജീവമായിട്ടുണ്ട്. ഒപ്പം അഭിനേതാക്കളുടെ അസോസിയേഷൻ ഉണ്ട്. ടെലിവിഷൻ രംഗത്തെ അഭിനേതാക്കളുടെ അസോസിയേഷൻ ആത്മയുണ്ട്, മാക്റ്റയുണ്ട്, സാംസ്കാരിക സംഘടനയായ മാക്റ്റയുണ്ട്. അപ്പോൾ ഇത് സിനിമാ ഇൻഡസ്ട്രി മുഴുവൻ ഏറ്റെടുത്ത ഒരു പ്രക്ഷോഭമാണ്. ഇതൊരു ക്യാമ്പയിന്റെ തുടക്കം കൂടിയാണ്. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, പൊതുബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രക്ഷോഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്നുകൊണ്ട് തീരരുത്. ഒരു കലാപവും ഒരു ദിവസത്തേക്കല്ല, ഒരു വിപ്ലവവും ഒരു ദിവസത്തേക്കല്ല. അത് നീണ്ടു നിൽക്കട്ടെ എന്നുള്ളതാണ്.